ഫുഡ് അടിക്കാൻ വേണ്ടി ശിവാജി മിലിറ്ററി ഹോട്ടലിൽ വന്നേക്കാം അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ ചിക്കൻ ഡൊണ്ണി ബിരിയാണിയാണ് ഗൈസ് ഇത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ്റെ പീസും പിന്നെ നമ്മുടെ ബിരിയാണി റൈസിന് ഒരു പ്രത്യേക തരം ടേസ്റ്റും കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മട്ടൻ്റെ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ മട്ടൻ ഡൊണ്ണി ബിരിയാണി. അതാണ് ശിവാജി മിലിറ്ററി ഹോട്ടലിലെ മോസ്റ്റ് അടിപൊളി സാധനം എന്നാണ് പറഞ്ഞു കേട്ടത്. സോ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള മട്ടൻ്റെ പീസൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ മട്ടൻ ഏകദേശം ഒരു 300 രൂപയും പിന്നെ നമ്മുടെ ചിക്കൻ ഒരു 250 270 രൂപ അങ്ങോട്ടാണ് ആയത്. റേറ്റ് എന്നുള്ള അത്യാവശ്യം നല്ല സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ നമുക്കൊരു മട്ടൻ്റെ സൂപ്പ് കിട്ടുന്നുണ്ട് ഗ്രേവി ആയിട്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വേണമെങ്കിൽ പീസ് എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബിരിയാണിയിലേക്ക് ഒഴിച്ച് കഴിക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. സോ ഗൈസ്, അടുത്തതായിട്ട് നമുക്ക് ഇനി കുറച്ച് ജോഷുവയുടെ കുക്കിംഗ് പരിപാടികൾ കാണാം. സാമ്പാറാണോ വയ്ക്കണേ ജോഷുവ? പപ്പടാണോ? ചേട്ടൻ തരോ ഓർത്ത്? താങ്ക് യു. കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. സൂപ്പർ. യമ്മിയാണോ? ഇനി എന്താ ഉണ്ടാക്കണേ? ബിരിയാണിയാണോ? ബിരിയാണി ഉണ്ടാക്കട്ടാ. ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണിയാണോ? ബിരിയാണിയാണോ? ചിക്കൻ ഇല്ലേ? ഇല്ലേ? ബിരിയാണി മാത്രമേ ഉള്ളൂ? ചിക്കൻ തരില്ല? വേണ്ടേ? അയ്യോ.